നടത്തിയിരിക്കുന്ന വിധങ്ങളെ ഓർത്ത് ആ കർത്താവിന് നന്ദി പറയാം. ഇന്ന് രാത്രിയിൽ നമ്മൾ നിലനിൽക്കുന്നത്, ഈ ഭൂമിയിൽ ജീവനോടെ നിൽക്കുന്നത് ആ കർത്താവിൻ്റെ കൃപയൊന്നു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ കർത്താവിന് ഇന്ന് രാത്രിയിൽ അധരങ്ങളെല്ലാം തുറന്ന്, ഹൃദയങ്ങളെ തുറന്ന് ഒന്ന് നന്ദി പറയാം. നമ്മളെ വിളിച്ചവനെ, ഈ ലോകത്തിൻ്റെ വഴികളിൽ ഓടിക്കൊണ്ടിരുന്ന നമ്മളെ വിളിച്ച് വേർതിരിച്ച് ആ കർത്താവിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്ന് ആ ദൈവത്തിന് ഇന്ന് രാത്രിയിൽ നന്ദി പറയാം. എന്നെ വിളിച്ച കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയാം. എൻ്റെ എല്ലാ പുകഴ്ചകൾക്കും, എൻ്റെ ജീവിതത്തിൽ അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സമാധാനത്തിനും അനുഗ്രഹത്തിനും എല്ലാറ്റിനുമായി കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവ്. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, എല്ലാ ദൈവജനവും ആ ഹൃദയങ്ങളെ തുറന്ന് ആ കർത്താവിന് ഇന്ന് രാത്രിയിൽ നന്ദി പറയാം. வீணான புகழ்ச்சிகள் எனக்கிங்கு வேண்டாமே, பதவியின் பெருமைகள் ஒரு நாளும் வேண்டாமே. வீணான புகழ்ச்சிகள் எனக்கின்று வேண்டாமே, பதவியின் பெருமைகள் ஒரு நாளும் வேண்டாமே. ஊழிய பாதையில் ஒன்று மட்டும் போதுமே, அப்பாவின் கால்களின் சுவடுகள் போதுமே. அழைத்தவரே ஊழியத்தின் ஆதாரமே. அழைத்தவரே ஊழியத்தின் ஆதாரமே. உதடுகள் மனம் சோர வைத்தாலும், மாலை போன்ற தேவைகள் சபை நடுவில் நின்றாலும், விமர்சன உதடுகள் மனம் சோர வைத்தாலும், மாலை போன்ற தேவைகள் சபை நடுவில் நின்றாலும், அழைத்தவர் என்றுமே விலகுவதில்லையே. கிருபையின் வரங்களும் குறைவதுமில்லையே. വേലയുടെ രാത്രിയിലൊന്ന് പാടും. വിളിച്ചവനെ വേലയുടെ ആധാരമേ.
പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ നമ്മുടെ അതരങ്ങളെയൊക്കെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാട്ട്. ഹല്ലേലൂയ. ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രി കാലത്ത് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനും ഈ കർത്താവിനെ സ്തുതിപ്പാനും ഈ ദൈവത്തെ ആരാധിപ്പാനും ദൂരത്തും ചാരത്തുമായൊക്കെ ഇരുന്നു കൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുകയാണ്. ഇന്നും വളരെ പ്രതീക്ഷയോടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ഇന്നും എന്നോട് സംസാരിപ്പാൻ, എൻ്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ, ഹല്ലേലൂയ, ഈ ലോകത്തിലും ഈ ലോകത്തിലുള്ള ഒന്നിലും ഞാൻ ആശ്രയിക്കാതെ ഇന്ന് പകലിലും എന്നെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണെന്നും അന്ത്യം വരെയും എന്നെ കരുതുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സ്തുതിക്കുന്നത്. അവൻ എൻ്റെ ആശ്രയമാണെന്നും എൻ്റെ ശൈലമാണെന്നും എൻ്റെ കോട്ടയായും എൻ്റെ പരിചയമായും ഇന്ന് പകലിലും പകൽ മുഴുവനും എന്നെ കാത്തുപരിപാലിച്ച ദൈവത്തിൻ്റെ ആമേൻ ആ വിശ്വസതയെ ഇന്ന് രാത്രിയിലും വർണ്ണിപ്പാൻ കൃപയുള്ളവർ ഇതിന്റെ നടുവിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അല്പസമയം നിങ്ങളുടെ അതരങ്ങളെയൊക്കെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഈ ദൈവത്തിൽ മാത്രമുള്ള ആശ്രയമാണ് ഈ ഭൂമിയുടെ വരപ്പിൽ എന്നെയും നിങ്ങളെയും കർത്താവ് നിർത്തിയിരിക്കുന്നതെന്നുള്ള ആ വലിയ വിശ്വാസമാണ് ഇന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റൊരുവനിലും രക്ഷയില്ല എന്നുള്ള ഉറപ്പ് അത് അധികമായി നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും നന്ദിയുള്ള ഹൃദയത്തോടെ അല്പസമയം എല്ലാവരും അതരങ്ങളെ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ പൂർണ്ണമായും എൻ്റെ കർത്താവിൽ ആശ്രയിക്കുകയാണ്. ആമേൻ. ഞാൻ പൂർണ്ണമായും എൻ്റെ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ എൻ്റെ യേശുവിൽ മാത്രം ആശ്രയിക്കുകയാണ്. മനുഷ്യരിലുള്ള ആശ്രയമല്ല, പ്രഭുക്കന്മാരിലുള്ള ആശ്രയമല്ല, മറിച്ച് എൻ്റെ യഹോവയിലുള്ള ആശ്രയത്തെ ഇന്ന് പകലിലും ഞാൻ പൂർണ്ണമായും അത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അല്പസമയം കർത്താവിനെ സ്തുതിക്കുകയാണ്. അതരം തുറന്ന് നന്ദിയോടെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, എല്ലാവരുടെ മധുരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഓ യേശുവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും, ഞങ്ങൾ അങ്ങിൽ മാത്രം ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രിയിലും ഞങ്ങൾ അങ്ങയുടെ വിശ്വസ്തതയെ വർണ്ണിക്കുകയാണ്. അങ്ങ് ചെയ്ത ഉപകാരങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ്. ഇന്ന് രാത്രിയിലും ആ നല്ല നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുമ്പോൾ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യം അത് ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നു. ഓ യേശുവേ, അങ്ങിൽ മാത്രം ആശ്രയം. യേശുനാഥാ, യേശുവേ